വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ EBQ ആയിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണുള്ളത്. ആ രണ്ട് EBQയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ രണ്ട് ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു പ്രോബ്ലം ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രോബ്ലം ഫ്രം ദ ബിഗിനിങ് ടു ദാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാലേ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു പ്രോബ്ലത്തിൽ തന്നെ എന്താ പറയാ അഡീഷണൽ ക്വസ്റ്റ്യൻസ് കുറെ എണ്ണം വരുന്നുണ്ട്. അത് ഓരോന്നും ഓരോ രീതിയിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദ മന്ത്ലി റിക്വയർമെന്റ് ഓഫ് എ റോ മെറ്റീരിയൽ ഫോർ എ കമ്പനി ഈസ് 3000 യൂണിറ്റ്സ്. അതായത് ഒരു കമ്പനിയുടെ മന്ത്ലി റിക്വയർമെന്റ് എന്ന് പറയുന്നത് 3000 യൂണിറ്റ്. ഇവിടെ EBQ അല്ല, എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി അല്ല, പകരം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. സെയിം ഇക്വേഷൻ തന്നെയാണ്. മനസ്സിലായി? എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താ, എത്ര ബാച്ച് ആയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തേണ്ടത്. ഓക്കെ, അത് മാറി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കും, എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. സിറ്റുവേഷൻ മനസ്സിലായി? ആകെ കൊണ്ട് ഒറ്റ വ്യത്യാസം വരുന്നത് ഏതാ, അവിടെ സെറ്റപ്പ് കോസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഓരോ തവണ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം അല്ലെ. ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓരോ തവണ സെറ്റപ്പ് കോസ്റ്റ് വരും. അതേപോലെ തന്നെ അവിടുത്തെ സെറ്റപ്പ് കോസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അത് ഓർഡറിംഗ് കോസ്റ്റ് ആണ്. ഓരോ തവണ നമുക്ക് ഓർഡർ ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് വരും. മനസ്സിലായി? ക്യാരിങ് കോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. ദാറ്റ് മീൻസ് ആ ഇക്വേഷൻസിനകത്ത് സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ള കാര്യം മാറിയിട്ട് പകരം ഏത് കയറി വരും, ഓർഡറിംഗ് കോസ്റ്റ് എന്ന് വരും. സോ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ മന്ത്ലി ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മന്ത്ലി റിക്വയർമെന്റ് എന്ന് പറയുന്നത് 3000 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ ആണ്. അത് ആനുവൽ ആകുമ്പോൾ 3000 into 2 ആണ്. Okay, and the carrying cost is estimated to be 20% of the purchase price per unit in addition to ₹2. അല്ല, പുതിയൊരു മെത്തേഡാണ് നമുക്ക് ക്യാരിങ് കോസ്റ്റ് തന്നിരിക്കുന്നത്. എത്രയാണോ പർച്ചേസിംഗ് പ്രൈസ് അതിന്റെ 20% എടുക്കണം. നോർമൽ കേസിനകത്ത് എടുക്കുന്നത് പോലെ തന്നെ അല്ലെ. അതായത് ദ ക്യാരിങ് കോസ്റ്റ് എങ്ങനെ, the carrying cost is estimated to be 20% of the purchase price per unit in addition to ₹2 per unit എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പർച്ചേസിംഗ് പ്രൈസ് എത്രയാണോ അതിന്റെ 20% എടുക്കണം. ഇൻ അഡീഷൻ ₹2, ₹2 നമുക്ക് എന്തായിട്ട് കൊടുക്കണം, അതിന്റെ അഡീഷൻ ആയിട്ട് കൊടുക്കണം. ചെയ്താൽ മനസ്സിലായോ? ഇനി the purchase price of raw material was ₹20 per unit. പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ട്. എത്ര രൂപ? 20 രൂപ. അപ്പൊ എത്ര വരും? 20ന്റെ 20% വരും പ്ലസ് ₹2 കൂടെ വരും. ചെയ്താൽ മനസ്സിലായി? ഇനി the ordering cost 25 per order. That means EOQ കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാം അല്ലെ. അവിടുത്തെ സെറ്റപ്പ് കോസ്റ്റുകൾ വരും, നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് ആണ് 25 രൂപ വെച്ചിട്ട് ഓർഡറിംഗ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സബ് കോസ്റ്റിംഗ് ശ്രദ്ധിച്ച് കേട്ടാലേ സബ് കോസ്റ്റിംഗിനകത്ത് ചോദിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. നമ്പർ 1, you are required to find out EOQ. എളുപ്പം ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി EOQ കണ്ടുപിടിച്ചാൽ മതി. നമ്പർ 2, what is the total cost when the company gets a concession of 5% on the purchase price. അതായത് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? എങ്ങനെയാ 5% നമുക്ക് എന്ത് കിട്ടും, പർച്ചേസ് പ്രൈസിനകത്ത് കൺസെഷൻ കിട്ടും. ഇപ്പൊ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപയാണ്, അതിന്റെ 5%. അപ്പൊ എത്ര രൂപയായി? 20ന്റെ 95%, 19 രൂപയ്ക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും. ചെയ്താൽ മനസ്സിലായല്ലോ? എങ്ങനെയാ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നത്, if it orders 3000 units or more per month but less than 6000 units per month. അതായത് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ട് EOQ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോ ഇഷ്യൂസ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, EOQ കണ്ടുപിടിക്കാനല്ല, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ പറയുന്നത് പോലെ 3000ന് മുകളിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ, മന്ത്ലി 3000 മുകളിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ 20 രൂപയുടെ പ്രൊഡക്റ്റ് 5% കൺസെഷൻ കഴിഞ്ഞാൽ നമുക്ക് 19 രൂപയ്ക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 2. And question number 3, what happens when the company gets a concession of 10%? നേരത്തെ 5% ആയിരുന്നു, ഇവിടെ കൺസെഷൻ ആയിട്ട് എത്ര ശതമാനം കിട്ടും? 10% കിട്ടും on the purchase price when it orders 6000 units or more. അതായത് 6000 യൂണിറ്റ്സിന് മുകളിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ, 6000 യൂണിറ്റ്സിന് മുകളിലാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അവിടെ എത്ര ഓർഡർ ആണ് എന്നുള്ള അതിനകത്ത് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ഓർഡർ ചെയ്യുന്നത് 6000 യൂണിറ്റിന് മുകളിലാണെങ്കിൽ ഓക്കെ, നമുക്ക് എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഇതിനകത്തുള്ള ഈ മൂന്ന് കേസിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, തന്നിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ EOQ കണ്ടുപിടിക്കണം. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2, 3000 യൂണിറ്റ്സിന് മുകളിലാണ് കയറി വരുന്നതെങ്കിൽ
3000 യൂണിറ്റ്സിന് മുകളിലാണ് കയറി വരുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് 20 രൂപ സാധനം 19 രൂപയ്ക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് നോക്കണം. നമ്പർ 3, നമ്മൾ ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? 6000 യൂണിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? ഓക്കെ, ഇനി ഇത് കമ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നോക്കണം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് EOQ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെ, EOQ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പോലെ √2as divided by c ആണല്ലോ. ഇക്വേഷൻ ചെയ്യുമ്പോൾ 2 into മന്ത്ലി റിക്വയർമെന്റ് 3000 ആണ്. പക്ഷെ ആനുവൽ വേണം നമ്മൾ ചെയ്യാൻ, into 12 വരും. ആണോ? ഓർഡറിംഗ് കോസ്റ്റ് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ ക്യാരിയിങ് കോസ്റ്റ് അറിയണം. അല്ലെ, ക്യാരിയിങ് കോസ്റ്റ് എത്രയാ? പർച്ചേസ് പ്രൈസിന്റെ 20%. ദാറ്റ് മീൻസ് പർച്ചേസ് പ്രൈസ് എത്രയാണ്? 20 രൂപയാണ് പർച്ചേസ് പ്രൈസ്, അതിന്റെ 20% വരും. പ്ലസ് ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ എങ്ങനെ എത്ര രൂപ പേ ചെയ്യണം? 2 രൂപയും കൂടെ പേ ചെയ്യണം. ആണോ? ദാറ്റ് മീൻസ് നമുക്ക് എത്ര വരും? 18 lakhs divided by 6 ആണ്. അല്ലെ, ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ EOQ എന്ന് പറയുന്നത് 548 യൂണിറ്റ്സ് വരും. ചെയ്തോ മനസ്സിലായോ? EOQ 548 യൂണിറ്റ്സ് വരും. ക്വസ്റ്റ്യൻ നമ്പർ 1 തീർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? ഒരു മാസം, അവിടെ പെർ മന്ത് എന്ന് പറയുന്ന വേർഡാണ് ഇമ്പോർട്ടന്റ്. ദാറ്റ് മീൻസ് ഒരു മാസം 3000-ന് മുകളിൽ യൂണിറ്റ്സ് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 20 രൂപയുടെ പ്രൊഡക്റ്റ് 19 രൂപയ്ക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കും. സോ നമുക്ക് ഈ EOQ ഇത്ര ആയതുകൊണ്ട് EOQ മുഖേന ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. മനസ്സിലായോ? EOQ മുഖേന ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ കോസ്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ എത്രയാണ് ഓരോ ഓർഡറിനകത്തും എത്ര വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? 548 യൂണിറ്റ് വെച്ചിട്ടാണ് ഓരോ ഓർഡറും നമുക്ക് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് വരും അല്ലെ, പ്ലസ് ആ റോ മെറ്റീരിയലിന്റെ പ്രൈസ് പ്ലസ് ഇതിന്റെ ക്യാരിയിങ് കോസ്റ്റ്. ഇത് മൂന്നും കൂടെ ചേർന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഓർഡറിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ആവശ്യമായിട്ട് മെറ്റീരിയൽ എത്രയാണ്? 36,000 ഡിവൈഡ് ബൈ ഓരോ തവണയും നമ്മൾ എത്ര വെച്ചിട്ട് ഓർഡർ ചെയ്യണേ? 548 യൂണിറ്റ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് 36,000 ഡിവൈഡ് ബൈ 548 അല്ലെ. അപ്പൊ എത്ര ഓർഡർ കിട്ടും എന്നറിയാം. ഓരോ ഓർഡറിനും നമ്മൾ എത്ര രൂപ വെച്ച് പേ ചെയ്യണം? ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ 25. ചെയ്താൽ മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് നമുക്ക് 36,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ റിക്വയർമെന്റ്, ഡിവൈഡ് ബൈ 548 ചെയ്തു. അപ്പൊ എത്ര തവണ ഓർഡർ ചെയ്യണമെന്ന് മനസ്സിലാവും. ഇൻറ്റു 25 ചെയ്യും. പ്ലസ് പ്രൈസ് എത്രയാ പ്രൈസ് പറഞ്ഞത്? 36,000 യൂണിറ്റ്സിന് 20 രൂപ നിരക്കിലാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ആണല്ലോ, 36,000 യൂണിറ്റ്സിന് 20 രൂപ നിരക്കിലാണ് പ്രൈസ് വരുന്നത്. പ്ലസ് ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന പോലെ ഓർഡർ ചെയ്ത സാധനം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് എടുത്തു വെക്കാൻ നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് വേണം അല്ലെ. അതായത് ഓരോ ഓർഡറിനകത്തും നമ്മൾ 548 യൂണിറ്റ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കേ, നമ്മുടെ സപ്ലയർ ഈ സാധനം കൊണ്ടുവന്ന് നമ്മുടെ ഗോഡൌണിൽ കൊണ്ടുവച്ചു. ഇത് ആ എടുത്തു വെച്ച സമയത്ത് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് സെയിൽ ചെയ്യില്ല, അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നമ്മൾ മാനുഫാക്ചറിംഗിന് വേണ്ടി യൂസ് ചെയ്യില്ല. സോ ആ 548 യൂണിറ്റിന്റെ ഓർഡർ കയറി ഇവിടെ വന്ന നേരത്ത് അത് നമ്മുടെ യൂസേജ് വരെ അതിനെ എടുത്തു വെക്കാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്യാരിയിങ് കോസ്റ്റ് 6 രൂപയാണെന്ന് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 548 യൂണിറ്റ്സും ഫുൾ ടൈം അവിടെ ഉണ്ടാവില്ല. ഇതിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സോ ക്യാരിയിങ് കോസ്റ്റ് എടുക്കുന്ന നേരത്ത് നമ്മൾ ഇതിന്റെ ആവറേജ് വേണം എടുക്കാൻ. ചെയ്ത് എന്താണെന്ന് മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയാം. ഈ 548 യൂണിറ്റ്സ് വന്നത് ജനുവരി 1-ാം തീയതിയാണെന്ന് വിചാരിക്കുക. അടുത്ത ഓർഡർ വരുന്നത് ജനുവരി 31-നാണ്. സോ ജനുവരി 1-ാം തീയതി 548 യൂണിറ്റ് ഇവിടെ ഉണ്ടാവും. ജനുവരി 30-ന് ഈ ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? ഈ യൂണിറ്റിന് എടുത്തിട്ടാണ് നമുക്ക് എന്ത് നടന്നുകൊണ്ടിരിക്കണേ? പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കണേ. സോ ആദ്യത്തെ ദിവസം 548 ആയിരിക്കും, രണ്ടാമത്തെ ദിവസം അതിൽ കുറയും, മൂന്നാമത്തെ ദിവസം വീണ്ടും കുറയും,
4 വീണ്ടും കുറയും. ഇങ്ങനെ ദിവസങ്ങൾ കൂടും തോറും എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? ഈ പറയുന്ന പോലെ യൂണിറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ആവറേജ് ഇത്രയും ചെയ്യുന്ന നേരത്ത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 7,23,286 rupees വരും. 7,23,286 rupees വരും. ചെയ്ത് മനസ്സിലായല്ലോ? ഇഒക്ക് കണ്ടുപിടിച്ചു. ഇഒക്കിന്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 തീർന്നു. ഇനി സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ പറഞ്ഞത്? അതായത് മന്ത്ലി 3,000-നും 6,000-നും ഇടയ്ക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ? മന്ത്ലി 3,000-നും 6,000-നും ഇടയ്ക്കാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ 20 രൂപ വരെയുള്ള സാധനം 5% കൺസെഷൻ കിട്ടും. അതിന്റെ 95% മാത്രം കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് ഇതിന് എത്ര രൂപ മാത്രം കൊടുത്താൽ മതി? 19 രൂപ മാത്രം കൊടുത്താൽ മതി. ചെയ്ത കാര്യം മനസ്സിലായി? എങ്ങനെയായിരുന്നു? 20 രൂപയുടെ സാധനം 95% കൺസെഷൻ 95% കൊടുത്താൽ മതി. 5% കൺസെഷൻ ആണ്. നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും? 19 രൂപയ്ക്ക് കിട്ടും. ചെയ്താൽ മനസ്സിലായി? പക്ഷേ അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ 3,000 to 6,000 പെർ മന്ത് ഓർഡർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ നമ്മുടെ ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ഈ പറയുന്ന 3,000-നേക്കാൾ ഓക്കെ പറഞ്ഞ കാര്യം ഞാൻ ക്ലാസ് എടുക്കുന്നതിനിടയിൽ അറിയാതെ പെട്ടെന്ന് ഫോൺ കൊണ്ടുപോയി. അതുകൊണ്ടാണ് അങ്ങനെ ഇത് വന്നത്. സോ നമുക്ക് അഗൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നതനുസരിച്ച് ദാറ്റ് മീൻസ് പെർ മന്ത് നമുക്ക് എത്ര വേണം? 3,000 to 6,000-ന് ഇടയ്ക്ക് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് 19 രൂപയ്ക്ക് കിട്ടും. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇഒക്യുവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. ആ ഓർഡർ ചെയ്യുന്നത് 3,000-ന് മുകളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയായിരുന്നു നമ്മുടെ സ്റ്റെപ്പ്? എങ്ങനെയായിരുന്നു? നമ്മൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഇഒക്യുവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു മാസം 3,000-ന് മുകളിൽ ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. കേട്ടോ? നിങ്ങൾ ചുമ്മാ അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാതെ വളരെ എളുപ്പമായിട്ട് ചിന്തിച്ച് നോക്കിയേ. ഒരു വർഷം 36,000 യൂണിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് ഒരു വർഷം 36,000 യൂണിറ്റ്സ് ആണ്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ഇഒക്യുവിന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാ മാസവും ഒരു നിശ്ചിത ഇന്റർവെലിന്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഓർഡർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ എന്തിനാ ഇഒക്യു കണ്ടുപിടിക്കുന്നത്? ദാറ്റ് മീൻസ് അണ്ടർ ഇഒക്യു ആയിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ മിനിമം ആവണം. അല്ലെ? നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 3,000 to 6,000 പെർ മന്ത് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായോ? വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു മാസം 3,000-ന് മുകളിൽ ഓർഡർ ചെയ്യണമെന്നാണ്. നമുക്ക് വേണ്ടത് എത്ര? 36,000. സോ 12 അല്ലെങ്കിൽ 36,000 എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും മാസങ്ങളിൽ 3,000 വെച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? നമ്മുടെ റിക്വയർമെന്റ് 36,000 ആണ്. 3,000-ന് മുകളിൽ ഓർഡർ ചെയ്താൽ പെർ മന്ത് ഓർഡർ ചെയ്താൽ നമുക്ക് ഒരു യൂണിറ്റ് 19 രൂപയ്ക്ക് കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ മാസവും 3,000 വെച്ച് ഓർഡർ ചെയ്താൽ 12 × 3 12 24 36,000 യൂണിറ്റ് ആയി. ആണോ? നമുക്ക് ഈ പറയുന്ന സാധനം 19 രൂപയ്ക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ എല്ലാ മാസവും 3,000 വെച്ച് ഓർഡർ ചെയ്താലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ പറയുന്നത് പോലെ ക്യാരിയിങ് കോസ്റ്റ്, ഈ 3,000 യൂണിറ്റ് എടുത്തു വെക്കാനുള്ള ക്യാരിയിങ് കോസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കും. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഇഒക്യു കാണുന്നത്? ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇഒക്യുവിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന മന്ത്ലി ഓർഡർ 3,000-ന് മുകളിലാണ് വരുന്നതെങ്കിൽ ഓക്കെ ആ ഇഒക്യു ആയിരിക്കും പറ്റും. ചെയ്ത് മനസ്സിലായോ? അത് ആൻസർ ചെയ്തിട്ട് ഞാൻ ഒരിക്കൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നോക്കിയേ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ 2 × 3,000 × 12 × 25 divided by എത്ര വരും? 19 × 20% plus 2 ആണ്. അതായത് 20 × 20% മാറി 19 × 20% plus 2 ആണ്. That means that is equal to 18 lakh divided by 5.8 557 units.
അതായത് നമ്മൾ പഠിച്ചതനുസരിച്ച് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 3000 യൂണിറ്റ് വെച്ച് ഓർഡർ ചെയ്യാം. മനസ്സിലായോ? നമുക്ക് എത്ര രൂപയ്ക്ക് ഈ സാധനം കിട്ടും? 19 രൂപയ്ക്കാണ് സാധനം കിട്ടും. പിന്നെ നമ്മൾ എന്തിനാണ് EOQ കണ്ടുപിടിച്ചത്? EOQ കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ എന്താ? ഈ പറയുന്ന ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുക. പക്ഷെ നമ്മുടെ കണ്ടീഷൻസ് കൂടെ നോക്കണം. EOQ മീൻസ് ഒരു ഓർഡറിൽ 557 യൂണിറ്റേ ഉള്ളൂ. ഒരു മാസം എത്ര തവണ ഓർഡർ ചെയ്യാം എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് എന്താ? ഒരു മാസം നിങ്ങൾ 3000 യൂണിറ്റിനേക്കാൾ കൂടുതൽ ഓർഡർ ചെയ്യണം. അല്ലാതെ ഒരു ഓർഡറിൽ 3000-ൽ കൂടുതൽ വേണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു മാസം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ആ ഒരു മാസം ഓർഡർ ചെയ്യുന്നതിനകത്ത് എത്ര യൂണിറ്റിനേക്കാൾ കൂടുതൽ പോകണം? 3000-നേക്കാൾ കൂടുതൽ പോകണം. സോ നമ്മൾ ഓരോ ഓർഡറും 557 യൂണിറ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മുടെ ആവശ്യം 36,000 യൂണിറ്റ് ആണ്. ഡിവൈഡഡ് ബൈ 557. ഓരോ ഓർഡറും നമ്മൾ ചെയ്യുന്നത് 557 യൂണിറ്റിനാണ്. അങ്ങനെ വരുന്ന നേരത്ത് നമ്മൾ ഒരു വർഷം 65 തവണ ഓർഡർ ചെയ്യുന്നത് 36,000 യൂണിറ്റ് നമുക്ക് ആവശ്യമാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ 557 യൂണിറ്റ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വർഷം 65 തവണ നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും. ആ ഒരു വർഷം ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 6 ഓർഡർ പെർ മന്ത് ചെയ്യാം. 6 ഓർഡേഴ്സ് പെർ മന്ത്. ഇത് മനസ്സിലായോ? 36,000 ഡിവൈഡ് ബൈ 557 ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്കാണ് 36,000 ആവശ്യം. ഡിവൈഡ് ബൈ 557 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ഒരു വർഷം 65 തവണ ഓർഡർ ചെയ്യേണ്ടി വരും പെർ ഇയർ. ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ ഓരോ മാസവും നമുക്ക് 6 തവണ വെച്ച് ഓർഡർ ചെയ്യേണ്ടി വരും. ഇനി നോക്കിയേ, ഓരോ മാസവും 6 തവണ വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലെ? ഓരോ ഓർഡറിനകത്തും 557 യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു മാസം എത്ര യൂണിറ്റ് ഓർഡർ ചെയ്യേണ്ടി വരും? 3,342 യൂണിറ്റ് ഓർഡർ ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് നമ്മുടെ കണ്ടീഷൻ ഓക്കെയാണ്. കാരണം എന്താ? 3,342 എന്ന് പറയുന്നത് 3,000-നേക്കാൾ മുകളിലാണ്. 3,000-നേക്കാൾ മുകളിലാണെങ്കിൽ 20 രൂപ സാധനം നമുക്ക് എത്ര രൂപ കിട്ടും? 19 രൂപ കിട്ടും. ചെയ്തോ? മനസ്സിലായല്ലോ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. ഈ നിങ്ങൾ ആ പറയുന്ന ലോജിക്കിൽ തന്നെ ആലോചിക്കണം. അതായത് 36,000 യൂണിറ്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് മാസം 3,000 വെച്ച് ഓർഡർ ചെയ്താലും മാസം 3,000 വെച്ച് ഓർഡർ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്നത് പോലെ 19 രൂപയ്ക്ക് സാധനം കിട്ടും. ചെയ്ത് മനസ്സിലായോ? മാസം 3,000 രൂപയ്ക്ക് ഓർഡർ ചെയ്താലും നമുക്ക് 19 രൂപയ്ക്ക് ഇത് കിട്ടും. പക്ഷേ നമ്മൾ എന്തിനാണ് EOQ കണ്ടുപിടിച്ചത്? EOQ എന്ന് പറയുന്നത് അറ്റ് EOQയിലായിരിക്കും നമുക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് വരും. ദാറ്റ് മീൻസ് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി ടോട്ടൽ കോസ്റ്റ് കാണാം. ടോട്ടൽ കോസ്റ്റ് എത്ര വരും? നോക്കി, 36,000 യൂണിറ്റ് ആണ് വേണ്ടത്. ഓർഡറിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഡിവൈഡ് ബൈ 557 × 25 അല്ലെ? പ്ലസ് 36,000 യൂണിറ്റ് 19 രൂപയ്ക്ക് നമുക്ക് കിട്ടും ആണല്ലോ. പ്ലസ് ക്യാരിങ് കോസ്റ്റ് എത്ര വരും? 557 ഡിവൈഡ് ബൈ 2 × 6. ഓക്കെ, 36,000 യൂണിറ്റ് വേണം. 557 ആണ് നമ്മുടെ EOQ. × 25 തവണ നമുക്ക് ഓർഡർ ചെയ്യാം. പ്ലസ് 36,000 യൂണിറ്റ് 19 രൂപയ്ക്ക് കിട്ടും. പ്ലസ് 557 ഡിവൈഡ് ബൈ 2 ആവറേജ് എടുത്തു × 6 ചെയ്യുന്ന നേരത്ത് നമുക്ക് 6,87,287 രൂപ വരും. ചെയ്ത മനസ്സിലായോ? 6,87,287 രൂപ വരും. മനസ്സിലായോ? ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായോ? കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്. നമ്മളോട് പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് മാസം 3,000-ന് മുകളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർഡർ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, പിന്നെ എന്തിനാണ് നമ്മൾ EOQ കണ്ടുപിടിച്ചത്? എന്തിനാണ് നമ്മൾ EOQന്റെ അടിസ്ഥാനത്തിൽ പോയത്? നമുക്കത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, കാരണം എന്താ? ഒരു മാസം 3,000 വെച്ച് ഓർഡർ ചെയ്തു തന്നെ വിചാരിക്കുക, 12 ഓർഡറേ വരുള്ളൂ. കാരണം എന്താ? മൊത്തം നമുക്ക് ആവശ്യമായിട്ടുള്ളത് 36,000. സോ എല്ലാ മാസവും 3,000 വെച്ച് ഓർഡർ ചെയ്താൽ 12 ഓർഡറേ വരുള്ളൂ. ഇത്രയും ഓർഡർ പോലും വരില്ല. ഓരോ ഓർഡറിന് 25 രൂപ വെച്ച് കൊടുത്താലും മതി. പക്ഷേ EOQ കണ്ടുപിടിക്കുന്നത് എന്തിനാ? ടോട്ടൽ കോസ്റ്റ് മിനിമം ആവാൻ വേണ്ടിയിട്ടാണ് EOQ കണ്ടുപിടിച്ചത്. അപ്പൊ നോക്കി, നമ്മൾ ഈ പറഞ്ഞ അനുസരിച്ച് തന്നെ ചെയ്യാം. ചുമ്മാ ഒരു കമ്പാരിസൺ. 36,000 യൂണിറ്റ് വേണം. 3,000 വെച്ച് നമ്മൾ ഓർഡർ ചെയ്തു. ഓരോ ഓർഡറിനും 3,000 വെച്ച് ചെയ്തു. ഓർഡറിംഗ് കോസ്റ്റ് 25 രൂപ വരും. അങ്ങനെ ചെയ്താലും നമുക്ക് ഈ പറയുന്നത് എത്ര രൂപയ്ക്ക് തന്നെ കിട്ടും? 19 രൂപയ്ക്ക് തന്നെ കിട്ടും.
പക്ഷേ ക്യാരി കോസ്റ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 2 into 6 അല്ലെ 557 വെച്ച് ഓർഡർ ചെയ്യുമ്പോൾ 557 ഡിവൈഡ് ബൈ 2 into 6 ചെയ്താൽ മതി. പക്ഷെ ഇവിടെ 3000 ഡിവൈഡ് ബൈ 2 into 6 ചെയ്യുന്ന നേരത്ത് നമുക്ക് ടോട്ടൽ വാല്യൂ വരുന്നത് എത്രയാണെന്ന് അറിയാമോ? 6,93,300 rupees. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ എന്തിനാ 557 എടുത്തത്? കാരണം ഇഒക്യു കണ്ടുപിടിച്ച് ആ ഇഒക്യുവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കണ്ടീഷൻ ഓക്കെ ആവുകയാണെങ്കിൽ, ഏതിനേക്കാൾ കൂടുതൽ ആവുകയാണെങ്കിൽ, 3000-നേക്കാൾ കൂടുതൽ ആവുകയാണെങ്കിൽ ഇഒക്യുവിന്റെ പുറകെ പോകുന്നതാണ് നല്ലത്. ചെയ്ത മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇഒക്യു കണ്ടുപിടിച്ചു, ആ കണ്ടുപിടിച്ച ഇഒക്യുവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ഓരോ മാസവും 3000-ന് മുകളിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് 19 രൂപയ്ക്ക് കിട്ടും. സപ്പോസ് നമ്മൾ നോക്കിയപ്പോൾ ഇഒക്യുവിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ നമുക്ക് 3000 യൂണിറ്റ് വന്നില്ല, നമുക്ക് ആകെ 2600 2700 യൂണിറ്റ് മാത്രമേ ഒരു മാസത്തേക്ക് വന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കാൽക്കുലേഷൻ തന്നെ തെറ്റാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ചെയ്യാൻ പറ്റില്ല. ചില കാര്യം മനസ്സിലായി? ആ കാൽക്കുലേഷൻ തന്നെ നമുക്ക് പാടില്ല, നമുക്ക് അത് ചെയ്യാനേ പാടില്ല. അടുത്തതിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് വൺ, നമ്മൾ ഇഒക്യു കണ്ടുപിടിച്ചു. 548 രൂപ യൂണിറ്റ് ആണ് ഇഒക്യു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. 36,000 ഡിവൈഡ് ബൈ 548 ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫോളോവേഴ്സ് കിട്ടും. 25 പ്ലസ് 36,000 20 രൂപ പർച്ചേസ് പ്രൈസ് പ്ലസ് 548 ഡിവൈഡ് ബൈ 2 into 6 നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും 7,23,286. ആൻഡ് സെക്കൻഡ് വൺ, രണ്ടാമത് പറഞ്ഞത് 3000-ന് മുകളിൽ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു മാസം 3000-ന് മുകളിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് 19 രൂപയ്ക്ക് കിട്ടും. സോ ആ ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മൾ ഇഒക്യു കണ്ടുപിടിച്ചു. ഇഒക്യു കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 557 യൂണിറ്റ് ആണ് നമ്മുടെ ഇഒക്യു എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 3000-ന് മുകളിൽ നമ്മളെ കൊണ്ട് ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കി 65 അല്ലെങ്കിൽ 36,000 വേണം. ഓരോ ഓർഡറും 557 യൂണിറ്റ് വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 65 തവണ ഓർഡർ ചെയ്യേണ്ടി വരും. ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ 6 ഓർഡർ, ഒരു മാസം 6 ഓർഡർ വെച്ച് ചെയ്യണം. ഓരോ ഓർഡറും 557 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 3,342 യൂണിറ്റ് ഒരു മാസം ചെയ്യേണ്ടി വരും. നമ്മുടെ കണ്ടീഷൻ ഓക്കെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോട്ടൽ കോസ്റ്റ് കൂടെ കണ്ടുപിടിച്ചത്. സോ ഇവിടെ നോക്കിയേ, ടോട്ടൽ കോസ്റ്റ് 2 യൂണിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 6,87,287 രൂപ വരും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ തന്നെ മാർക്കറ്റിംഗ്. വേണമെങ്കിൽ എന്തിനാ ഇത്രയും ഓർഡർ ചെയ്യണേ? ഓരോ ഓർഡർ 3000-ന് മുകളിൽ ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മിനിമം ആക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അടുത്തത് ചെയ്യുമ്പോൾ മനസ്സിലാവും. തേർഡ്, മൂന്നാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആലോചിക്കുക. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ 6,000 യൂണിറ്റ്സ് ഒരു മാസം ഓർഡർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ചെയ്തത് പോലെ തന്നെ ഇഒക്യു കണ്ടുപിടിക്കാം. മോർ ദാൻ 6,000 യൂണിറ്റ്സ് ഓർഡർ ചെയ്താൽ നമുക്ക് ഈ പറയുന്നത് എത്ര രൂപയ്ക്ക് കിട്ടും? 18 രൂപയ്ക്ക് കിട്ടും. കാരണം 20-ന്റെ 10% കൺസെഷൻ കിട്ടും. 2 രൂപ കൺസെഷൻ കിട്ടും. കണ്ടീഷൻ എന്തായിരുന്നു? ഓരോ മാസവും 6,000-ന് മുകളിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മാത്രം 2 രൂപ വെച്ച് കൺസെഷൻ കിട്ടും. ഈ പറയുന്ന സാധനം 18 രൂപയ്ക്ക് കിട്ടും. ഇത് നോക്കി, ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്യാം. ഏതിന്റെ അടിസ്ഥാനത്തിൽ? ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എത്ര വരും? 2 into 3000 per month into 12 into 25 ordering cost divided by 18 അല്ലെ? 18-ന്റെ 20%. പർച്ചേസ് പ്രൈസ് എത്രയാണോ അതിന്റെ 20% പ്ലസ് 2. മനസ്സിലായോ? ഇത് ചെയ്യുന്ന നേരത്ത് നമുക്ക് ടോട്ടൽ വരുന്നത് 18 lakh divided by 5.6 566 വരും. ഓക്കെ, നമ്മൾ അവിടെ കണ്ടുപിടിച്ചത് പോലെ തന്നെയാണ്. ഏതാ? സെക്കൻഡ് സബ് ക്വസ്റ്റിനകത്ത് 3000-നും 6,000-നും ഇടയ്ക്ക് വേണം എന്ന് പറഞ്ഞ സെക്കൻഡ് സബ് ക്വസ്റ്റിനകത്ത് കണ്ടുപിടിച്ചത് പോലെ തന്നെയാണ് ഇതിനകത്തും ഇബിക്യു കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇഒക്യു കണ്ടുപിടിച്ചത്. നമുക്ക് എത്ര വെച്ച് ഓർഡർ ചെയ്യണം? ഓരോ ഓർഡറും 566 യൂണിറ്റ് വെച്ചിട്ട് വേണം. പക്ഷെ അവിടെ നോക്കി അതേ കണ്ടീഷൻസ് ഇവിടെ നോക്കണം. അവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു? മന്ത്ലി 3,000 മുകളിൽ പോകുന്നുണ്ടോ എന്നായിരുന്നു അവിടുത്തെ കണ്ടീഷൻ. അതേ കണ്ടീഷൻ തന്നെ നമ്മൾ ഇവിടെ നോക്കണം. മന്ത്ലി 6,000 മുകളിൽ പോകുന്നുണ്ടോ നോക്കാം. എങ്ങനെയാണ്? 36,000 യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്.
566 വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 64 ഓർഡർ വരും ഒരു വർഷം. ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം 6 ഓർഡർ വെച്ച് വരും. ഒരു മാസം 6 ഓർഡർ വെച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 6 ഓർഡർ, ഓരോ ഓർഡറിനകത്തും 566 യൂണിറ്റ് വെച്ചിട്ടാണ് അല്ലെ. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എത്ര യൂണിറ്റ് വരും? 3396 യൂണിറ്റ് വരും. കണ്ടീഷൻ എത്രയായിരുന്നു? ഓരോ യൂണിറ്റിനകത്തും ഓരോ മാസവും നമ്മൾ എത്ര യൂണിറ്റിന് മുകളിൽ പോകണം? 6000 യൂണിറ്റിന് മുകളിൽ പോകണം. ചെയ്താൽ മനസ്സിലായോ? ദാറ്റ് മീൻസ് ഈ ചെയ്തതിനകത്ത് ഈ പറയുന്ന കണ്ടീഷനെ ബാധകമല്ല, അല്ലെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഏതിന് ഇമ്പോർട്ടൻസ് ഇല്ല? ഈ പറയുന്ന EBQന് അല്ലെങ്കിൽ EOQന് യാതൊരു വിധ ഇമ്പോർട്ടൻസും ഇല്ല. മനസ്സിലായോ? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻസിനകത്ത് EOQന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ EOQന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച മിനിമം കോസ്റ്റ് നമ്മൾ എഴുതി. EOQ എന്ന് പറയുന്നത് തന്നെ എന്താ? അത്രയും വെച്ച് ഓർഡർ ചെയ്താൽ നമുക്ക് മിനിമം കോസ്റ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു എമൗണ്ട് കിട്ടും അല്ലെ. പക്ഷെ ഇവിടെ ഇങ്ങനെ ചെയ്ത് EOQ കണ്ടുപിടിച്ച് തിരിച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ഇവിടെ ഏതിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. ഈ പറയുന്ന EOQ എന്ന് പറയുന്ന എലമെന്റിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏത് തന്നെ നോക്കാം. 6000 വെച്ച് തന്നെ ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. മനസ്സിലായോ? അവിടെ EOQന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 3000 എടുക്കാതെ EOQന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്ത് മിനിമം കോസ്റ്റിലോട്ട് എത്തി. ഇവിടെ ചെയ്തപ്പോൾ EOQന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. കാരണം എന്താ? EOQന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ ആകെ കൂടെ ഒരു മാസം 3396 യൂണിറ്റ്സ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഓർഡർ ചെയ്യണം. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? 6000ന് മുകളിൽ വേണമെന്ന്. സോ ഇതിനകത്ത് തേർഡിനകത്ത് നമുക്ക് എന്തില്ല? ഈ പറയുന്ന EOQന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. സോ അവിടെ ചെയ്തത് പോലെ തന്നെ നമുക്ക് 6000 എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് കോസ്റ്റ് എന്ന് നോക്കാം. എത്ര വരും? ഓരോ ഓർഡറും 6000 വേണമെന്നാണ് പറയുന്നത് അല്ലെ. ദാറ്റ് മീൻസ് 36000 ആണ്. ഡിവൈഡ് ബൈ 6000 per order into 25. ഓരോ ഓർഡറും 6000ന് മുകളിൽ വരും. into 25 plus 36000 into 80 അല്ലെ. 6000ന് മുകളിലാണെങ്കിൽ ഓരോ ഓർഡറും 6000ന് മുകളിലാണെങ്കിൽ നമുക്ക് 18 രൂപയ്ക്ക് അത് കിട്ടും. പ്ലസ് 6000 divided by 2 into 5.6 കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 6,64,950. ചെയ്താൽ മനസ്സിലായോ? ഇവിടെ EOQന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല, അല്ലെങ്കിൽ EOQ പ്രകാരം ചെയ്തത് കൊണ്ട് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോ നമ്മൾ EOQ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ മാറ്റി വെച്ചു. പകരം നമ്മൾ ഏത് കൊണ്ടുവന്നു? 6000 ഓർഡർ തന്നെ യൂണിറ്റ് നമുക്ക് ചെയ്താൽ എത്ര വരും എന്ന് നോക്കി. എത്ര വരും? ഓക്കെ, 6,64,950 രൂപ. സിറ്റുവേഷൻ മനസ്സിലായോ? ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ രണ്ടും കൂടെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. സെക്കൻഡിനകത്ത് 3000 ഇമ്പോർട്ടൻസ് കൊടുക്കാതെ EOQ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം EOQന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിനിമം കോസ്റ്റ് എന്ന് പറയുന്ന സാധനം കിട്ടും, അല്ലെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. മോർ ദാൻ 3000 ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ 3000-നേക്കാൾ നല്ലത് EOQന്റെ പുറകെ പോകുന്നതാണ് അല്ലെ. അത് ഞാൻ കാണിക്കുകയും ചെയ്യും. 3000-നേക്കാൾ കുറവാണ് ഈ പറയുന്ന 564 സംതിങ് എത്ര വെച്ച് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ്. പക്ഷെ സെക്കൻഡ് വണ്ണിനകത്ത് നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. EOQ പ്രകാരം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾ വെറുതെ ഏതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല, EOQന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു? 6000 വെച്ച് തന്നെ ഓർഡർ ചെയ്യാൻ വെച്ച് തീരുമാനിച്ചു. സോ നമുക്ക് എന്ത് കിട്ടും? മിനിമം കോസ്റ്റ് എത്രയാണെന്ന് കിട്ടും. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബെറ്റർ ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സോ മൂന്നിന്റെയും കോസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്യുക. അതായത് 3 രീതിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടോട്ടൽ കോസ്റ്റ് ഏതാണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും കുറഞ്ഞ ടോട്ടൽ കോസ്റ്റ് ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂസിംഗ് ആണ്. 2-3 തവണ ഇത് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കൂടെ തന്നെ ചെയ്ത് നോക്കാനും നോക്കാം.